Hi friends, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു സ്നാക്കിന്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് ബ്രെഡും സോസേജും വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. കുട്ടികൾക്ക് പോലും തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഈസി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് ഹംലൂസ് കിച്ചൻ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇതിനായിട്ട് ഞാൻ സോസേജ് എടുത്തിട്ടുണ്ട്. ഒരു പീസ് ബ്രെഡിലേക്ക് ഒരു സോസേജിന്റെ ആ ഒരു കണക്കിലാണ് എടുത്തിട്ടുള്ളത്. ഇത് ആദ്യം ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുക. അതിനായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി, കുരുമുളക് പൊടി, അതുപോലെ ഗരം മസാലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണയിൽ ഒരുപാട് എണ്ണ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. ഒരുപാട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല സോസേജ്. ഇത് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി ഒന്ന് സോസേജിലേക്ക് എല്ലായിടത്തും ഒന്ന് പിടിപ്പിച്ചു കൊടുക്കാം. അപ്പോൾ എരിവൊക്കെ അവരവരുടെ ഇഷ്ടമനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കണം. ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു സ്പൂൺ എണ്ണ ചേർത്തിട്ടുണ്ട്. ഇനി ഈ സോസേജ് മറിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് എല്ലാ സൈഡിലും ഒന്ന് മൊരിയിച്ചെടുക്കാം. ഇപ്പോൾ സോസേജ് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്കായിട്ട് ഞാൻ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. അത് 1-2 സ്പൂൺ വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താലും മതി. ഇനി ഇതിലേക്ക് ബ്രെഡ് ക്രംസ് വേണം. ഞാനിവിടെ വാങ്ങിയിട്ടുള്ളതാണ് യൂസ് ചെയ്യുന്നത്. അല്ലാതെ ബ്രെഡ് ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുത്താലും മതി, അല്ലെങ്കിൽ ഒന്ന് പൊടിച്ചിട്ട് ചൂടാക്കി എടുത്താലും മതി. ഓരോ പീസ് ബ്രെഡും എടുത്തിട്ട് ഇതിൻ്റെ സൈഡൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് കട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഞാനൊരു ഭംഗി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഈ കട്ട് ചെയ്യുന്ന ആ പീസ് നമുക്ക് എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് ഈ ഓരോ പീസും എടുത്തിട്ട് ഇതേപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഒന്ന് നന്നായിട്ടൊന്ന് പരന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് സോസേജ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ആക്കിയെടുക്കാം. ഇതേപോലെ എല്ലാ ബ്രെഡിൻ്റെ പീസിലേക്കും സോസേജ് വെച്ച് കൊടുക്കാം. ഇത്തിരിയൊക്കെ ഒന്ന് പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല. നമ്മൾ മുട്ടയിലൊക്കെ നന്നായിട്ടൊന്ന് മുക്കിയെടുക്കുമ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ ഒട്ടിയിരുന്നോളും. ഇതിനി ഈ മുട്ടയുടെ മിക്സിയിലേക്ക് നന്നായിട്ടൊന്ന് എല്ലായിടത്തും ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളകിൻ്റെ പൊടിയോ അല്ലെങ്കിൽ മുളക് പൊടിയോ ഈ മുട്ടയുടെ മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇതേപോലെ തന്നെ ബാക്കിയുള്ള ബ്രെഡും ചെയ്തെടുക്കാം. ഇതേപോലെ പൊട്ടിപ്പോകുന്ന സൈഡൊക്കെ കൈകൊണ്ടൊന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ട് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഷാലോ ഫ്രൈ ചെയ്താണ് എടുക്കുന്നത്. ഒരുപാടങ്ങ് ഓയിൽ ഒഴിച്ചിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിനകത്ത് നന്നായിട്ട് എണ്ണ കുടിക്കും. അതുകൊണ്ട് ഇങ്ങനെ ചെയ്താൽ മതി. എല്ലായിടത്തും നിരത്തി വെച്ച് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടും. സൈഡെല്ലാം ഒന്ന് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഇതൊന്ന് മറിച്ചിട്ടൊക്കെ കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇത് ബ്രെഡും ബ്രെഡ് ക്രംസും ഒക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അതുകൊണ്ട് ഫ്ലെയിം മീഡിയത്തിനും ലോയ്ക്കും ഇടയിലായിട്ട് ആക്കി വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇതായിട്ടുണ്ട്. ഇതേപോലെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എന്നിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണോട് പ്രസ് ചെയ്ത് ഓൾ സെലക്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക്